ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യുന്നത് ഒരു കിഡ്സിൻ്റെ അംബ്രല ഫ്രോക്കാണ്. അതിനായിട്ടുള്ള അളവുകളൊക്കെ ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് കാണാം. അതിനായിട്ട് ഷോൾഡർ എടുത്തിരിക്കുന്നത് 4 ഇഞ്ച്, കഴുത്തകലം 2 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്, കഴുത്തിറക്കം 3 ഇഞ്ച്, പിന്നെ കൈക്കുഴി എടുത്തിരിക്കുന്നത് 5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വണ്ണം എടുത്തിരിക്കുന്നത് 9 ഇഞ്ചാണ്. ബോഡി പാർട്ടിൻ്റെ ഇറക്കം എടുത്തിരിക്കുന്നത് 8 ഇഞ്ച്. ഇനി നമ്മൾ കൈക്കുഴി വെട്ടുമ്പോൾ ഇതുപോലെ ചതുരത്തിൽ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കത്തില്ലേ, അവിടെ ഒരു 1 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിലൂടെ ഒരു കർവ് വരച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ സ്ക്വയർ വരച്ചില്ലേ, അതിൻ്റെ കോർണറിൽ നിന്ന് ചരിച്ച് ടേപ്പ് വെച്ചിട്ട് വേണം 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതൊരു 3 വയസ്സ് പ്രായമുള്ള കുട്ടിക്കിടാൻ പറ്റിയ ടൈപ്പ് ഉടുപ്പാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ ഇതൊരു നൈറ്റിയാണ്. നൈറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു ഫ്രോക്ക് തയ്ക്കുന്നത്. ഇനി കഴുത്ത് കട്ട് ചെയ്യാം. കഴുത്ത് നമ്മൾ വീനെക്കാണ് വെക്കുന്നത്. ഏറ്റവും എളുപ്പം വെക്കാനായിട്ട് വീനെക്കാണ്, അതുകൊണ്ടാണ് ഞാൻ വീനെക്ക് വെച്ചത്. ഇനി കൈക്കുഴിയും കൂടെ കട്ട് ചെയ്തെടുക്കാം. വണ്ണം ഞാൻ നല്ലപോലെ കൂട്ടിയിട്ടിട്ടുണ്ട്, കാരണം പുറകിൽ വള്ളി വെക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നല്ലപോലെ വണ്ണം കൂട്ടിയിട്ട് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ആ മുകളിലത്തെ പോർഷൻ ഫുള്ളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരുപോലെ ഇട്ട് 4 മടക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി ഇതൊന്ന് നിവർത്തി നോക്കാം. നിവർത്തി നോക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഫ്രണ്ടും ബാക്കും ഒരുപോലെ ഇട്ടിട്ടുണ്ട്. ഇനി ബാക്ക് എടുത്ത് വെക്കുമ്പോൾ കുറച്ചുകൂടെ ഇറക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് താഴത്തെ ആ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് നൈറ്റിയുടെ ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ഒന്ന് ക്രോസ് ആക്കി മടക്കിയിട്ട് കൊടുക്കുക. മടക്കിയിട്ട് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. താഴ്ഭാഗം നമ്മൾ ക്രോസ് ആക്കി നല്ല വിരിവിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ നൈറ്റിക്ക് എന്തോരം വിരിവുണ്ടോ അത്രയും വിരിവ് ഉടുപ്പിന് എടുക്കുന്നുണ്ട്. അതാണ് ഇതുപോലെ 4 ആക്കി ക്രോസ് ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗം 9 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴത്തേക്ക് 15 ഇഞ്ചാണ് എടുക്കുന്നത്. 15 ഇഞ്ച് എടുക്കുന്നതേ ഉള്ളൂ. നമ്മൾ മുകളിലേക്കും മറിച്ചടിക്കുമ്പോൾ മുകളിലും കുറച്ച് തയ്യൽ തുമ്പ് പോകും, അതുപോലെ താഴെയും മറിച്ചടിക്കുമ്പോൾ തയ്യൽ തുമ്പ് പോകുമല്ലോ. അപ്പം 15 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ടേപ്പ് മാറ്റി മാറ്റി വെച്ചിട്ട് ആ മുകളിലത്തെ ലൈനിൽ ടേപ്പ് ഇതുപോലെ നീക്കി വെച്ച് കൊടുത്ത് ഒന്ന് മാർക്ക് ചെയ്ത് പോവുക. ഇങ്ങനെ ആ താഴ്ഭാഗം ഫുള്ളും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതെല്ലാം കൂടെ യോജിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വരക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നിവർത്തി നോക്കാം. നമ്മൾ 2 സൈഡും ഒരുപോലെ ഇട്ടാണ് വെട്ടിയത്, ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും. അപ്പോൾ 2 പോർഷനും ഒരുപോലെ എളുപ്പത്തിൽ കിട്ടും. ഇനി നമുക്കിത് ആ ബോഡി പാർട്ടിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അടിഭാഗം ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചും കൊടുക്കാം. ആദ്യം നമുക്ക് ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ലൈനിങ് പീസല്ല ഞാൻ എടുത്തിരിക്കുന്നത്, സെയിം പീസ് തന്നെയാണ് ലൈനിങ് ആയിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആദ്യം ഇതുപോലെ ഒരു പീസ് എടുത്ത് നമ്മൾ കട്ട് ചെയ്ത ആ ഫ്രണ്ട് പോർഷൻ അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് 1/2 ഇഞ്ച് വീതിയിൽ, 1/4 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ഒന്ന് കൈക്കുഴിയും ആ കഴുത്തും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് കത്രിക കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കണ്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം കഴുത്തും കൈക്കുഴിയൊക്കെ നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ കണ്ടിച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ മറിച്ചെടുക്കുമ്പോൾ നല്ല പോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത പോലെ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും. കണ്ടോ, സ്ലീവ്ലെസ് ആയിട്ടാണ് നമ്മൾ ഉടുപ്പ് തയ്ക്കുന്നത്. അതാണ് കൈക്കുഴിയും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് മറിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീനെക്കില്ലേ, ഈ വീനെക്കിൻ്റെ പറ്റയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ കൂട്ടിയടിക്കാം. ഷോൾഡർ കൂട്ടിയടിക്കുന്നതിനായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 ഷോൾഡറും 1/2 ഇഞ്ച് വീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നല്ല വശം അകത്ത് വരുന്ന രീതിയിൽ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് വേണം ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ.
ഇനി നമുക്ക് താഴത്തെ ആ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഇവിടെ ഞാൻ തുണി എടുത്തിട്ടുണ്ട്. ബാക്ക് പീസും ഫ്രണ്ട് പീസും രണ്ടായിട്ട് തന്നെയാണല്ലോ കട്ട് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ അടിഭാഗം ഒന്ന് മറിച്ചടിച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഫുള്ളും മറിച്ചടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ താഴത്തെ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം മുകളിലത്തെ ഈ പോർഷനിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. നല്ല വശം രണ്ടിൻ്റെയും അകത്ത് വരുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഇട്ടിട്ട് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ അപ്പോൾ നേരെ നമ്മൾ മറിച്ചെടുക്കുമ്പോൾ നേരെ തന്നെ കിട്ടും. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മറിച്ചെടുത്ത് കാണിക്കാം. മറിച്ചെടുക്കുമ്പോൾ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയായിരിക്കും. ഇതുപോലെ തന്നെ ബാക്ക് പോർഷനും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്കും ഫ്രണ്ടും ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി ഇതിൻ്റെ രണ്ട് സൈഡും കൂടി ഒന്ന് കൂട്ടിയടിക്കാം. മറിച്ചിട്ടിട്ട് വേണം കൂട്ടിയടിച്ച് കൊടുക്കാനായിട്ട്. ഇതുപോലെ ഇട്ടിട്ട് രണ്ട് സൈഡും ഒന്ന് കൂട്ടിയടിക്കാം. അപ്പോൾ കൂട്ടിയടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉടുപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഉടുപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.